എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. UDF സർക്കാരിന്റെ ഒന്നാമത്തെ ബജറ്റിൽ ചോക്കാട് പന്നിക്കോട്ടുമുണ്ട പനക്കപ്പാടം പാലം നിർമ്മാണത്തിന് 7 കോടി രൂപ അനുവദിച്ചു. പൂവണിയുന്നത് 1.5 പതിറ്റാണ്ടിന്റെ നാട്ടുകാരുടെ സ്വപ്നം. ഹൈവേയിൽ നിന്ന് 100 മീറ്റർ അകലെ ചോക്കാടൻ പുഴയ്ക്ക് കുറുകെയാണ് പാലം വരുന്നത്. പുതിയ മന്ത്രിസഭ അധികാരമേറ്റയുടനെ പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിനെ നേരിൽ കണ്ട് നാട്ടുകാർ നിവേദനം നൽകിയതിനെ തുടർന്നാണ് നടപടി. 2013 മുതൽ പാലത്തിനു വേണ്ടി നിരന്തര പരിശ്രമത്തിലായിരുന്നു നാട്ടുകാർ. മമ്പാട്ടുമൂല, പനക്കപ്പാടം, മഞ്ഞപ്പെട്ടി തുടങ്ങിയ ഗ്രാമങ്ങളെ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട പന്നിക്കോട്ടുമുണ്ട പനക്കപ്പാടം പാലം. 2023 ആഗസ്റ്റിൽ പാലത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ചോക്കാട് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത് പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പന്നിക്കോട്ടുമുണ്ടയിൽ വിപുലമായ യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്തു. തുടർന്ന് 7,80,00,000 രൂപ ചെലവ് കണക്കാക്കി. PWD പദ്ധതി സർക്കാരിന് നേരത്തെ സമർപ്പിച്ചതാണ്. തുടർന്ന് അപ്രോച്ച് റോഡിനുള്ള ഭൂമി പഞ്ചായത്ത് ഏറ്റെടുത്ത് നൽകുകയും ചെയ്തു. 2013 തൊട്ടാണ് ഞങ്ങൾ ഈ പാലത്തിനുള്ള നിവേദനങ്ങൾ നൽകി പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം ഇതിനു വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി മണ്ണ് പരിശോധന നടത്തി. അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് അതിൻ്റെ ഡ്രിക്കിൽ പോയി ഇതിൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി എൻ്റെ പിറകെ കൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2014, 15, 16 വർഷങ്ങളിൽ ടോക്കൺ വകയിരുത്തിയിരുന്നു ഈ പാലത്തിന് വേണ്ടിയിട്ട്. പിന്നീട് പുതിയൊരു ഗവൺമെൻറ് വരികയും അവരും ഇതേപോലെ ഓരോ ബഡ്ജറ്റിൽ ടോക്കൺ വകയിരുത്തി 8 പ്രാവശ്യം ഈ പാലത്തിന് ടോക്കൺ തുക വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യമാണ് ഞങ്ങൾക്കിതിൻ്റെ 1,40,00,000 രൂപ അനുവദിച്ച് കിട്ടിയത്. ഇതിൻ്റെ ആകെ എസ്റ്റിമേറ്റ് തുക, അടങ്കൽ തുക 7 കോടി രൂപയാണ് ഈ പാലത്തിന് വേണ്ടത്. അതിന്റെ 20% ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. 2013 മുതൽ ഇവിടുത്തെ ജനങ്ങൾ ഈ പാലത്തിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം നിവേദനം കൊടുത്തു, മറുപടി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ പല സർക്കാരുകളും മാറി വന്നിട്ടും ഈ പാലത്തിന് ഫണ്ട് അനുവദിക്കാനോ ഈ പാലത്തിന്റെ കാര്യത്തിൽ പരിഗണിക്കാനോ ആരും തയ്യാറായില്ല. ഇപ്പോൾ പുതിയൊരു സർക്കാർ വന്നു, 1 മാസത്തിനുള്ളിൽ തന്നെ 7 കോടി ഈ പാലത്തിന് അനുവദിച്ചുകൊണ്ട് ഈ പാലം ജനങ്ങളെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജനങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ സർക്കാർ ഈ അനുവദിച്ച ഈ ഫണ്ട് ഇവിടുത്തെ ജനങ്ങളെ വളരെയധികം സന്തോഷത്തിലാക്കിയിട്ടുണ്ട്. ഇനിയും ഇവിടെ ഈ ഫണ്ട് എത്രയും വേഗം നടപ്പാക്കിക്കൊണ്ട് ഈ പാലം ഇവിടെ ഉയർന്നു വരാൻ ജനങ്ങളെ എല്ലാവിധ സപ്പോർട്ടുകളും ഈ സർക്കാരുണ്ടാവും എന്ന് മാത്രം അനുഗ്രഹിക്കുന്നു. അതുപോലെ മന്ത്രിക്കും ഇത് അനുവദിച്ചു തന്ന വകുപ്പ് മന്ത്രിക്കും അതുപോലെ ഇത് സ്ഥലം MLAക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കും. നിലവിൽ പന്നിക്കോട്ടുമുണ്ടയിൽ ചോക്കാടൻ പുഴയ്ക്ക് കുറുകെ 22 വർഷം പഴക്കമുള്ള ഒരു നടപ്പാലം മാത്രമാണുള്ളത്. കാൽനടയ്ക്ക് മാത്രം നിർമ്മിച്ച ഇതിലൂടെ അപകടകരമായ രീതിയിലാണ് ബൈക്കുകളും ഓട്ടോറിക്ഷയും കടന്നുപോകുന്നത്. പാലം യാഥാർത്ഥ്യമായാൽ മമ്പാട്ടുമൂല, പനക്കപ്പാടം നിവാസികൾക്ക് ഹൈവേയിലേക്ക് 5 കിലോമീറ്റർ ദൂരം കുറഞ്ഞു കിട്ടും. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, കണ്ണൂർ.